ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ രാത്രിയിൽ ഒരു 9:30 ആയപ്പോഴത്തേക്കാണ് ഞാൻ പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നത്. അപ്പോൾ ഇതൊരു നൈറ്റ് വ്ളോഗായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരള ഹിസ്റ്ററി ആണ്. കേരള ഹിസ്റ്ററി കുറച്ച് ദിവസമായി 1-2 ദിവസമായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹിസ്റ്ററി അത് കാരണം കൊണ്ട് തന്നെ കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വർഷം അവസാനിക്കാറായി 2023. ഒരുപാട് പരീക്ഷകൾ നടന്നു. ഇനിയിപ്പോൾ അടുത്ത വർഷമാണെന്നുണ്ടെങ്കിൽ നല്ല ഒരുപാട് പരീക്ഷകൾ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ വർഷത്തിലെ എൻ്റെ അവസാനത്തെ വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ഈ ഒരു 2023 സ്റ്റാർട്ട് ചെയ്ത ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു ഈ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. ഇപ്പോൾ തുടങ്ങിയിട്ടൊരു 7 മാസമായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ ഒരു യൂട്യൂബ് ജേർണി, എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പുതിയ യൂട്യൂബേഴ്സിനും ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുവാണ്. പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എന്ത് തോന്നിയാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം കമൻറ്റിലൂടെ മാത്രമേ നമുക്ക് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ വീഡിയോയിലായിരുന്നു ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നത്, സ്പീഡിൽ വീഡിയോ കാണിക്കരുതെന്ന്. ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിച്ചത്. ഞാനിങ്ങനെ പഠിക്കാനിരിക്കുന്ന സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വെക്കും. ചിലപ്പോൾ ഒരു 1, 2, 3 മണിക്കൂറത്തേക്ക് വീഡിയോ ആയിരിക്കും നിങ്ങൾ സ്പീഡിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അങ്ങനെ വീഡിയോ സ്പീഡായിട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം അതെന്തായാലും സ്ലോ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ കമൻറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ പറയുമ്പോൾ മാത്രമേ നമുക്കത് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ സാധാരണക്കാരാണ്, ഒരുപാട് കുറ്റങ്ങളും കുറവുകളും നമ്മുടെ വീഡിയോസിന് ഉണ്ട്. അപ്പോൾ എനിക്കറിയാം ഞാനിപ്പോഴും ഒരു പെർഫെക്റ്റ് യൂട്യൂബറോ പെർഫെക്റ്റ് വ്ളോഗറോ ഒന്നും ആയിട്ടില്ല. പക്ഷേ നമ്മുടെ ചാനലിപ്പോൾ 5K സബ്സ്ക്രൈബേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതെന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു കാര്യമാണ് കേട്ടോ. അപ്പം എപ്പോഴും ഞാൻ നിങ്ങളുടെ പ്രിഫറൻസിനാണ് മുൻഗണന കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഈ ഒരു യൂട്യൂബിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ തുടങ്ങിയത് 2019 കേട്ടോ. അന്നേ ഞാൻ തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞാലും വീഡിയോസ് ഇടാനൊന്നും എന്നെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. 4 പാടൊന്നും വേണ്ടാന്ന് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് ടിക്ടോക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. അതൊന്നും വീട്ടിൽ സമ്മതിക്കില്ല കേട്ടോ. അത് കാരണം കൊണ്ടാണ്. അപ്പം ഇപ്രാവശ്യം ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഞാൻ ആരുടെ പറഞ്ഞിട്ടില്ല. ഞാൻ ഭയങ്കര സീക്രട്ട് മിഷനായിട്ട് തുടങ്ങിയൊരു ചാനലായിരുന്നു ഇത്. ഇപ്പോൾ വീട്ടിലറിയാം ഇങ്ങനെയുള്ള വീഡിയോസാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ സപ്പോർട്ടാണ് കേട്ടോ അവർ. അപ്പം തുടങ്ങിയ സമയത്ത് പക്ഷേ ഞാൻ ആരുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഫ്രണ്ട്സിനോ എൻ്റെ റിലേറ്റീവ്സിനോ ഫാമിലിക്കോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്തു തുടങ്ങിയ സമയത്ത് എനിക്ക് ഷെയർ ചെയ്യാനൊന്നും ഒരാളും ഉണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു സമയത്തൊക്കെ ഭയങ്കര സബ്സ്ക്രൈബേഴ്സൊക്കെ ഭയങ്കര കുറവായിരുന്നല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചത് ഈ യൂട്യൂബ് തുടങ്ങി ഏകദേശം 1 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കെങ്കിലും ഒരു 100 സബ്സ്ക്രൈബേഴ്സെങ്കിലും തികയോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒട്ടും വ്യൂസോ ഒന്നും വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്തത് ഒരു ഡിഗ്രി മെയിൻസ് പ്രിപ്പറേഷൻ്റെ ഒരു സ്റ്റഡി വ്ളോഗായിരുന്നു. അപ്പോൾ ആ വീഡിയോ സ്റ്റഡി റിലേറ്റഡ് വീഡിയോ ആയത് കാരണം കൊണ്ട് തന്നെ ആർക്കും കാണാനൊന്നും താല്പര്യം ഉണ്ടാവില്ല. അതായത് നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും ആൾക്കാർക്ക് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോ ഫാമിലീസിനൊക്കെ അയച്ചു കൊടുത്താലും അവരത് കാണില്ല. അങ്ങനെ തുറന്നു നോക്കിയിട്ട് കാണാതെ പോകുമ്പോഴത്തേക്ക് അത് നമ്മുടെ വീഡിയോനെ നന്നായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഏതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പറഞ്ഞാലും അത് അർഹതപ്പെട്ടവരിലേക്ക് മാത്രം അത് എത്തിച്ചേരണം എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഡിഗ്രി മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് പേരെ എനിക്ക് വേണമായിരുന്നു. പിന്നെ ഡിഗ്രി മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരത് കാണും, അവരത് തുറന്നു നോക്കുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് പേരെ ടെലിഗ്രാമിൽ നിന്ന് സംഘടിപ്പിച്ചു കേട്ടോ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ടെലിഗ്രാമിൽ നമുക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ ഗ്രൂപ്പാണെന്നുണ്ടെങ്കിലും അവരെ എക്സ്റ്റേണൽ ലിങ്ക് ബാനിഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും. അത് കാരണം കൊണ്ട് നമുക്കങ്ങനെ ഡയറക്റ്റ് ഷെയർ ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ ഡിഗ്രി മെയിൻസിനെ കുറിച്ച് സംശയം ചോദിക്കുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. സിലബസ് ഉണ്ടോ, അതുപോലെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ക്ലാസ് നല്ലതുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ സംശയം ചോദിക്കുന്നത് ഇങ്ങനെ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ ഇങ്ങനെ മെസ്സേജ് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ പേഴ്സണലി ഈ മെസ്സേജ് അയച്ചു കൊടുക്കും. അങ്ങനെ നമ്മളിങ്ങനെ മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് ചിലവർ കയറി നോക്കും, ചിലർ നോക്കില്ല. അങ്ങനെ നമ്മളിങ്ങനെ അനോണിമസ് ആയിട്ട് ഒരാൾക്ക് മെസ്സേജ് അയക്കുകയാണ്. ഞാനാണെങ്കിൽ അവരായിട്ട് ഡയറക്റ്റായിട്ട് ഒരു കോൺടാക്റ്റും ഇല്ല, വെറുതെ ഇങ്ങനെ ഓരോ ലിങ്ക് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഒരാൾ ഇഷ്ടപ്പെടാത്ത ഏതോ ഒരാൾ എന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിപ്പോർട്ട് കിട്ടിയതോടെ എന്നെ ടെലിഗ്രാം ബാൻ ചെയ്തു. കുറച്ച് ദിവസത്തേക്ക് പിന്നെ എനിക്ക് ആർക്കും മെസ്സേജ് അയക്കാൻ പറ്റാത്ത രീതിയിലാണ് കേട്ടോ ടെലിഗ്രാം എന്നെ ബാൻ ചെയ്തത്. അതിനുശേഷം പിന്നെ ഞാൻ ആ ഒരു പരിപാടി ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു 10-100 വ്യൂസൊക്കെ ആ ഒരു വീഡിയോയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോസൊന്നും അങ്ങനെ ചെയ്യാൻ പോയിട്ടില്ല. കാരണം എനിക്ക് പഠിക്കാൻ ഉണ്ടായിരുന്നല്ലോ, ഡിഗ്രി മെയിൻസിൻ്റെ പരീക്ഷകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം വീഡിയോ ചെയ്യുന്നത് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. തുടക്കമായത് കാരണം കൊണ്ട് എനിക്ക് ഒരുപാട് സമയം എടുക്കേണ്ട വന്നു. അപ്പോൾ ഞാൻ പിന്നെ എന്തായാലും വേണ്ട, ഒന്നും ചെയ്യുന്നുണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ എക്സാമിന് കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ പോവാണ് കേട്ടോ ചെയ്തത്. പിന്നെ എക്സാം കഴിഞ്ഞേരം തട്ടിക്കൂട്ടി അതിൻ്റെ റിവ്യൂസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ചാനൽ ഈ ഒരു സ്റ്റഡി റിലേറ്റഡിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ
എനിക്കിത് ഈ ഒരൊറ്റ വീഡിയോ ഇടണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രം കൊണ്ടാണ് കേട്ടോ. അല്ലാതെ ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ചെയ്യാനായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോ ഇവിടെ കിടക്കട്ടെ. എന്തെങ്കിലും എനിക്കൊരു ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് കുറേ പേരെടുത്ത് വിളിച്ച് പറയണം എന്നൊക്കെ തോന്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കൊരു പ്ലാറ്റ്ഫോം വേണം. സോ അന്ന് ഞാൻ വിളിച്ച് പറയുന്നതിന് മുമ്പേ ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇടാൻ വേണ്ടി മാത്രം ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത്. പക്ഷേ ഇത് ഫസ്റ്റ് ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ 1-2 വീഡിയോസൊക്കെ വേറെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു യൂട്യൂബിൽ ഞാൻ ഏറ്റവും അധികം എഫേർട്ട് ഇട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് ഈ ഒരു SCRT കംപ്ലീഷൻ വീഡിയോ എന്ന് പറയുന്നത്. ഒന്നാമത് ഞാൻ അത് ഒരുപാട് എഫേർട്ട് ഇട്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തണം. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരണം. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് പേടിയായിരുന്നു. ഞാൻ ഈ ഒരു വീഡിയോ യൂട്യൂബിൽ തന്നെ ഞാനാണ് ആദ്യമായിട്ട് SCRT 1.5 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാനാണ് ആദ്യമായിട്ട് ഇടുന്നത്. അതിനുശേഷം കുറേ പേര് 1 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു, 2 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസൊക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അത് ഒരു നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഞാൻ ആ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് അങ്ങനെ ഒരു വീഡിയോ യൂട്യൂബിലേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു. ഞാൻ ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞ ആൾക്കാർ തള്ളുന്നതാണെന്ന് പറയുന്നു. കാരണം ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്സിൽ രാത്രി ഫുൾ ഇരുന്ന് പഠിക്കുന്ന ഒരു ഷോർട്സ് ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ അതിൽ ഒരുപാട് പേര് ഇങ്ങനെ തള്ളുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ എനിക്കത് ഭയങ്കര പേടിയായിരുന്നു, അങ്ങനെ ഒരു കമൻറ്റ് ഇതിനും വരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ചെയ്ത ഓരോ കാര്യങ്ങളും A to Z ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്നാൽ മാത്രം അത് നിങ്ങൾക്കും യൂസ്ഫുൾ ആവുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അത്രയ്ക്കും ആത്മാർത്ഥതയോടുകൂടെ ചെയ്തൊരു വീഡിയോ. അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് തുടക്കത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ട്രൈപോഡ് പോലും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ജനലിലൊക്കെ വെച്ച് ഭയങ്കര ആംഗിൾ ശരിയാവാതെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പം അതിട്ടതിന് ശേഷം വലിയ റീച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 300 വ്യൂസ് അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയി. കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അത് മാത്രമല്ല അതിൻ്റെ എഡിറ്റിങ്ങിനും എനിക്ക് ഒത്തിരി ഒരാഴ്ചയോളം ഞാൻ സമയമെടുത്ത് ചെയ്ത ഒരു എഡിറ്റിംഗ് ആയിരുന്നു അത്. എനിക്ക് അത് എഡിറ്റിംഗ് ചെയ്യാൻ അത്രയും സമയം വേണമെന്നല്ല, പക്ഷേ എനിക്ക് തുടക്കമായത് കാരണം എഡിറ്റിംഗ് അറിയാത്ത കാരണം കൊണ്ടൊക്കെ ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ട് ഓരോ സാധനങ്ങളും നോക്കിയിട്ടൊക്കെയാണ് എഡിറ്റ് ചെയ്തത്. പിന്നെ രാത്രി മോൾ ഉറങ്ങുന്ന സമയത്ത് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാനിരുന്നത്. സോ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഞാൻ സ്ട്രഗിൾ ചെയ്ത് എടുത്ത ഒരു വീഡിയോ ആയിരുന്നു അത്. ആ ഒരു കാര്യം നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുമ്പോഴും മനസ്സിലാകും. കാരണം ഞാൻ ഒരിക്കൽ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും അതിൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. കാരണം അത് ഞാൻ ഒരിക്കലും വലിച്ചു നീട്ടാൻ വേണ്ടി പറയുന്നതല്ല. ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ ഉറക്കം വെച്ചിട്ട് എഡിറ്റ് ചെയ്യുന്ന കാരണം കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോയതാണ് കേട്ടോ. ഉറക്കപ്പിച്ചിൽ എന്തോ സംഭവിച്ചതാണ്. അതിൻ്റെ കാരണം എനിക്ക് തുടക്കത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചെങ്കിലും സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ നാക്കുടക്കും വീണ്ടും ആ കാര്യം തന്നെ പറയും. അങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ തെറ്റിക്കൊണ്ടേ ഇരിക്കുവാണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയതാണ് കേട്ടോ. അതല്ലാതെ ഞാൻ വലിച്ചു നീട്ടാൻ വേണ്ടി പറഞ്ഞതേ അല്ല. അപ്പോൾ അതുപോലെ അത്രയും കഷ്ടപ്പെട്ട് ഞാൻ എടുത്ത ഒരു വീഡിയോ ആയത് കാരണം കൊണ്ട് തന്നെ അത് റീച്ച് കയറാതായപ്പോഴത്തേക്ക് എനിക്ക് നല്ല വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു ദിവസമാണ് ആ ഒരു വീഡിയോ ക്ലിക്കായത്. അങ്ങനെ ഒരുപാട് പേര് ഞാനൊരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നന്നായിട്ട് റീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു, വൈറലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചാനലിൽ തന്നെ ഏറ്റവും കൂടുതൽ വ്യൂസ് വന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കൂടെ തന്നെ ഈ ഒരു ചാനൽ മോണിറ്റൈസ്ഡ് ആയി. നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 പബ്ലിക് വാച്ചവേഴ്സും ആയിരുന്നു. പക്ഷേ ആ ഒരൊറ്റ വീഡിയോ കൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ആയി. അങ്ങനെ ആദ്യത്തെ മാസം തന്നെ എനിക്ക് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ 2000-ഓളം സബ്സ്ക്രൈബേഴ്സ് പുതുതായിട്ട് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്തു. ഒരുപാട് വ്യൂസ് വന്നു. ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത്. നിങ്ങൾ ആരെങ്കിലും ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞാൽ അതൊന്നും കമൻറ്റിൽ പറയണേ. അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മളൊരു കാര്യം അത്രയും ആത്മാർത്ഥതയോടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നുള്ള കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ യൂട്യൂബൊക്കെ തുടങ്ങി ഡീമോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഡീമോട്ടിവേറ്റഡ് ആവേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത്. ആദ്യമൊന്നും ചിലപ്പോൾ റീച്ചൊന്നും ഉണ്ടാവില്ല. നമ്മൾക്ക് ഒരു ചാനലിൽ നിന്ന് വളർത്തിക്കൊണ്ടുവരാമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മൾ അത്യാവശ്യം നല്ല കണ്ടൻസും അതുപോലെ നല്ല ക്വാളിറ്റിയോടെ വീഡിയോസ് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വീഡിയോ കയറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നല്ല ഷെയറിങ്, അതുപോലെ പബ്ലിക് പേഴ്സണാലിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വീഡിയോ കയറും. പക്ഷേ അങ്ങനെയൊന്നും അല്ലാത്ത ഒരാളെ സംബന്ധിച്ച് യൂട്യൂബിനെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളതിന് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യണം, നല്ല നല്ല കണ്ടൻസ് കൊണ്ടുവരണം. ഒരു യൂട്യൂബർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു മോട്ടിവേറ്ററും കൂടി ആയിരിക്കണം. ഇപ്പോൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മുടെ ചാനലിൽ വ്യൂസ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ
അത്രയും ക്വാളിറ്റി കണ്ടൻറ്റ്സ് നമ്മൾ വ്യൂവേഴ്സിന് കൊടുത്തേ പറ്റൂ. അതിന് നമുക്ക് നല്ല മോട്ടിവേഷൻ വേണം, അല്ലെങ്കിൽ നമുക്കിവിടെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമുക്കൊരു ബ്രേക്ക് വന്നിട്ടുണ്ട് പറഞ്ഞാൽ പിന്നെ വ്യൂസൊക്കെ നന്നായിട്ട് കുറയും. ഞാനിങ്ങനെ നന്നായിട്ട് റീച്ചിൽ പോയിക്കൊണ്ടിരുന്നൊരു സമയമായിരുന്നു പെട്ടെന്ന് പ്രഗ്നൻസി ആയത്. പിന്നെ ഞാൻ കുറച്ച് ഒരു മാസം ഒന്നര മാസത്തോളം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ വീണ്ടും വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ റീച്ച് കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെയും ഞാൻ ഈ ഒരു നിലയിലെങ്കിലും എത്തിച്ചത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരൊക്കെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം നല്ല ക്വാളിറ്റി വീഡിയോസ് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടാവും, എനിക്കറിയാം. എന്നാൽ പോലും നിങ്ങൾ കറക്റ്റ് അതിൻ്റെ റേഷ്യോ, യൂട്യൂബിൻ്റെ റേഷ്യോ ഉണ്ടല്ലോ, അതിനനുസരിച്ചുള്ള വീഡിയോസ് തന്നെ ചെയ്യുക. പലരും ചെയ്യുന്നൊരു കാര്യമാണ് ഏതെങ്കിലുമൊക്കെ റേഷ്യോയിൽ വീഡിയോസ് ചെയ്യും. അങ്ങനെയല്ല, നമ്മൾ യൂട്യൂബ് ലോങ് വീഡിയോസിന് അതിൻ്റെതായ റേഷ്യോയിലും ഷോർട്സിന് അതിൻ്റെതായ റേഷ്യോയിലുള്ള വീഡിയോസ് തന്നെ ചെയ്യുക കേട്ടോ. പിന്നെ മാക്സിമം നിങ്ങൾ നല്ല കണ്ടൻറ്റ്സ് കൊടുക്കുക. പിന്നെ മാക്സിമം തെറ്റിദ്ധരിപ്പിക്കാത്ത വീഡിയോസ് ചെയ്യുക കേട്ടോ. അതായത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തംബ്നെയിൽസും ടൈറ്റിൽസും എല്ലാം കൊടുത്തിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ അതിൽ ചിലപ്പോൾ നല്ല വ്യൂസൊക്കെ കിട്ടും. പക്ഷേ അത് ഒരിക്കലും ശാശ്വതമായിരിക്കില്ല. നമുക്ക് വേണ്ടത് എപ്പോഴും ഓർഗാനിക്കായിട്ടുള്ള വ്യൂസാണ്. ഓർഗാനിക്കായിട്ടുള്ളൊരു വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് ഇഷ്ടത്തോടെ കാണുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന ടൈറ്റിൽസ് ആണെന്നുണ്ടെങ്കിലും തംബ്നെയിൽസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വീഡിയോ ആയിട്ട് ഏകദേശം സാമ്യമുള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കുക. പിന്നെ പറയാനുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എഡിറ്റ് ചെയ്യാൻ ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആപ്പ് ഇൻഷോട്ടാണ്. എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് കുറച്ച് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പാണ് കേട്ടോ അത്. പെയ്ഡായിട്ടൊന്നും അല്ല, നല്ല ഫ്രീ ആയിട്ട് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ തംബ്നെയിൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാൻവയും ഇൻഷോട്ടും ആണ്. പിന്നെ യൂട്യൂബിന് വേണ്ടി ഞാൻ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആകെ ഈ ഒരു ട്രൈപോഡാണ് കേട്ടോ. അപ്പം വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ചും കൂടെ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നിയപ്പോഴത്തേക്ക് ഞാൻ ഓർഡർ ചെയ്തതാണ് ഈ ഒരു ട്രൈപോഡ്. വളരെ നല്ലതാണ് കേട്ടോ. ഇതെങ്ങനെ വേണമെങ്കിലും നമുക്ക് ഹോൾഡ് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇതിലിങ്ങനെ ഫോൺ ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് അഴിച്ചു മാറ്റാനും പറ്റും. പിന്നെ ഈ ഒരു ട്രൈപോഡാണ് ഞാൻ വാങ്ങിയത്. ഇതിന് വലിയ വിലയൊന്നുമില്ല, 350 അങ്ങനെ എത്ര കുഞ്ഞു റേറ്റേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു മൈക്കും ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ട്രൈപോഡും മൈക്കും കൂടിയിട്ടുള്ള ഒരു കോംബോ ഓഫറിലായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒരു യൂട്യൂബറിനെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത്. ഇപ്പം ട്രൈപോഡ് ഇല്ലെങ്കിൽ നമുക്ക് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാം, എന്നാലും കുറച്ചും കൂടെ നല്ലതായിട്ട് ഷൂട്ട് ചെയ്യാനൊക്കെ ഒരു ട്രൈപോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു വൈഫൈ കണക്ഷൻ എന്ന് പറയുന്നത്. ഒരു യൂട്യൂബറിനെ സംബന്ധിച്ച് വൈഫൈ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള പാർട്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ എൻ്റെ വീഡിയോസ് മാക്സിമം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇങ്ങനത്തേക്കാണ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഓരോ വീഡിയോസും ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ സൈസ് നന്നായിട്ട് കൂടും. അപ്പോൾ ഏകദേശം ഞാനൊരു 17 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 2 GB ആണ് കേട്ടോ. അപ്പോൾ അതുപോലെ 10 മിനിറ്റിൻ്റെ വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും എന്തായാലും ഒരു 650-700 MB എങ്കിലും ആ ഒരു വീഡിയോൻ്റെ സൈസ് വരും. ഇത്രയും MB നമുക്ക് അപ്ലോഡ് ചെയ്യാൻ അതിൻ്റെതായ ഒരു നെറ്റ് നമുക്ക് വേണം. എൻ്റെ അടുത്താണെങ്കിൽ വൈഫൈ ഇല്ലാതെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ മാക്സിമം മൊബൈൽ ഡാറ്റ വെച്ചിട്ടാണ് ഞാനിങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നല്ല സമയം എടുക്കുകയും ചെയ്യും. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ റേഞ്ചൊക്കെ ഭയങ്കര കുറവായത് കാരണം കൊണ്ട് ഭയങ്കര ലാഗിങ് ആണ്. ഞാൻ രാത്രി ഏകദേശം ഒരു 7 മണിക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 7 മണി 8 മണി 9 മണിയൊക്കെ ആവും അത് അപ്ലോഡ് ചെയ്ത് തീരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും സമയം മൊബൈൽ ഡാറ്റ ഇങ്ങനെ ഓൺ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്, ചാർജ് ഇങ്ങനെ കുത്തിവെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഞാൻ എന്തായാലും ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പണികളുണ്ട്. തംബ്നെയിൽസ് ക്രിയേറ്റ് ചെയ്യണം, ടാഗ്സ് കൊടുക്കണം, ടൈറ്റിൽസ് വെക്കണം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം, അതുപോലെ എൻഡ് സ്ക്രീൻ വെക്കണം, ആഡ്സ് ഫിക്സ് ചെയ്യണം. ഇങ്ങനെ കുറേ പരിപാടികൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടെ ചെയ്ത് വരുമ്പോഴത്തേക്കും നന്നായിട്ട് നെറ്റ് ഉണ്ടാവില്ല. അതൊന്നും ചെയ്യാൻ നെറ്റേ ഉണ്ടാവില്ല. അതൊക്കെ ഞാൻ ഭയങ്കര ലാഗിങ് ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഒരു 10 മണിയാകുമ്പോഴത്തേക്കും ഞാൻ എങ്ങനെയെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ കൂടെ മോള് ഫോൺ വേണം പറഞ്ഞാൽ പിന്നെ എനിക്കന്ന് വീഡിയോസേ ചെയ്യാൻ പറ്റില്ല. പിന്നെ വീഡിയോ ഇടുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ എനിക്ക് യൂട്യൂബിലുള്ള ക്ലാസ്സുകളോ വീഡിയോസോ ഒന്നും കാണാനും പറ്റില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാനിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം എൻ്റെ പരിമിതികൾ കാരണം കൊണ്ട് എനിക്ക് സംഭവിക്കുന്നതാണ്. എല്ലാവർക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, സ്മൂത്തായിട്ട് പോകുന്നവരും ഉണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പാസിറ്റി മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല വ്ളോഗേഴ്സ് ആവാനുള്ള സാധ്യതയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. എനിക്ക് തുടക്കത്തിൽ അറിയില്ലായിരുന്നു, ഇത്രയൊക്കെ വീഡിയോസ് ഞാൻ ചെയ്യുന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ 1-2 വീഡിയോസ് ചെയ്തിട്ട് അതങ്ങനെ വെച്ചിട്ട് പോകണമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ചെയ്തു തുടങ്ങിയപ്പോൾ ഞാൻ അങ്ങനെ ഓരോ കണ്ടൻസ് പുതിയത് കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ.
അപ്പം തുടക്കത്തിലുള്ള വീഡിയോസെല്ലാം എനിക്ക് ഭയങ്കര ഷോക്കായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഭയങ്കര ലാഗിങ് ആണ്. അങ്ങനെ കുറേ മിസ്റ്റേക്സൊക്കെ ഞാൻ അതിൽ കണ്ടിട്ട് എനിക്ക് അതൊന്നും കാണാനേ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമല്ല. അങ്ങനെ നമ്മൾ ചെയ്തു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. പതിയെ പതിയെ മാത്രമേ നമുക്ക് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനും പറ്റുള്ളൂ കേട്ടോ. അതിപ്പോൾ ഏതൊരു കാര്യം യൂട്യൂബ് മാത്രമല്ല, പഠിക്കലാണെന്നുണ്ടെങ്കിലും സ്റ്റഡീസ് ആണെന്നുണ്ടെങ്കിലും വേറെ ഏതൊരു കാര്യമാണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യമാണ് മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ യൂട്യൂബ് റവന്യൂ എന്ന് പറയുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടില്ല. എന്നാലും മുമ്പ് 1-2 കമൻസൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ അതിനെക്കുറിച്ചും കൂടെ ഒന്ന് പറയാം. അപ്പോൾ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുന്നത് പബ്ലിക് വാച്ച് അവേഴ്സ്, അതായത് 4000 പബ്ലിക് വാച്ച് അവറും 1K സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കാണ് കേട്ടോ. അത് കഴിഞ്ഞത് നമുക്ക് റവന്യൂ എന്തായാലും കിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം പതിയെ പതിയെ ആഡ്സ് കയറണം. ആഡ്സിൽ കൂടെയാണ് നമുക്ക് ഡോളർ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതുവരെ ഉള്ള റവന്യൂ ഒന്നും നമുക്ക് കിട്ടില്ല. അതായത് ഞാൻ ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു SRTയുടെ വീഡിയോ ഒരു 67K 70K ഒക്കെ ആയപ്പോഴത്തേക്കാണ് ചാനൽ മോണിറ്റൈസേഷൻ ആയത്. അതുവരെയുള്ള എനിക്ക് റവന്യൂ കിട്ടില്ല. അതിന് ശേഷമുള്ളതാണ് കിട്ടുന്നത്. ഇപ്പോൾ യൂട്യൂബ് റവന്യൂവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് നമുക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടുന്നുണ്ട് കേട്ടോ. എനിക്കിതുവരെ കൈ കിട്ടിയിട്ടില്ല, അതായത് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടില്ല. പക്ഷേ കിട്ടുന്നുണ്ട് കേട്ടോ. എന്നാലും വലിയൊരു എമൗണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. മാസം കിട്ടുന്നതൊന്നും പറയുന്നില്ല. ഒരു ചെറിയ എമൗണ്ടാണ്. നമ്മൾ അണ്ണാൻകുഞ്ഞുങ്ങളാണല്ലോ. അപ്പം യൂട്യൂബിൽ നന്നായിട്ട് റവന്യൂ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ. പക്ഷെ അതിൻ്റേതായിട്ടുള്ള വ്യൂസ് എല്ലാം വേണം. നമ്മുടെ വ്യൂസ് കുറച്ചുള്ള കാരണം കൊണ്ട് നമുക്ക് അതിൻ്റേതായിട്ടുള്ള വ്യൂസിനുള്ള റവന്യൂ മാത്രമേ കിട്ടുന്നുള്ളൂ. എനിക്ക് പക്ഷെ ഇത് ഭയങ്കര വലിയ വ്യൂസൊക്കെയാണ്. പക്ഷേ അങ്ങനെയല്ലല്ലോ, യൂട്യൂബിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ അണ്ണാൻകുഞ്ഞുങ്ങളാണ്. അപ്പോൾ ചെറിയൊരു എമൗണ്ട്, അത് മാക്സിമം എന്ന് പറയുന്നത് ഒരു $100 കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കാണ് നമുക്ക് റവന്യൂ കിട്ടുന്നത് കേട്ടോ. അതുവരെ നമുക്ക് കൈ കിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്നാൽ പോലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടുള്ള കാരണം കൊണ്ട് മാത്രമാണ് എനിക്കത് കിട്ടുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. കാരണം ഞാൻ ആദ്യമായിട്ട് സമ്പാദിക്കുന്നത് ഒരു കാശെന്ന് പറയുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. ഞാൻ ഇതുവരെ ഒരു ജോലിക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വാല്യുബിളാണ്. അതിനെനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ നമ്മൾ വീഡിയോസിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയാത്തതെന്ന് കുറച്ച് പേരൊക്കെ എനിക്ക് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളത് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യില്ല. അവർക്കത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവരത് താനേ ചെയ്തോളും. ഞാൻ അങ്ങനെയാണ്. എനിക്കത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, എനിക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ യൂട്യൂബിനെയും കാണുന്നത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നതിൽ കുറേ പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ല, നോൺ സബ്സ്ക്രൈബേഴ്സാണ് കൂടുതൽ നമ്മുടെ വീഡിയോസ് കാണുന്നത്. പക്ഷേ ഞാൻ അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയാത്തതിൻ്റെ കാരണം അത് അവരുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയാണ് കേട്ടോ. മാഷാ അല്ലാഹ്. എന്നാൽ പോലും നമ്മുടെ ചാനലിൽ നല്ല വ്യൂസ് വരുന്നുണ്ട്, നല്ല ലൈക്കും കിട്ടുന്നുണ്ട്, ഷെയർ പോകുന്നുണ്ട്, കമൻറ്റ്സ് വരുന്നുണ്ട്. എല്ലാത്തിനും ഒരുപാട് താങ്ക്സ്. നമ്മൾ ഒരിക്കലും നമ്മൾ പറഞ്ഞുകൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങളല്ല ഇതല്ല, അവർ താനേ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ നമ്മുടെ വീഡിയോ വെറുതെ ലാഗായിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഒരുപാട് ലാഗായിട്ടുണ്ട് പറഞ്ഞാൽ ആളുകൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ നമ്മുടെ വീഡിയോനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അത് കാരണം കൊണ്ടൊക്കെയാണ് ഞാനത് പറയാത്തത് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് യൂട്യൂബിൻ്റെ കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. വീണ്ടും കാണുമായിരിക്കും. ബൈ.